ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 18. നമ്മളിന്ന് നോക്കുന്നത് ഇന്ദ്രപർവത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ ഖണ്ഡമാണ്. ഇന്ദ്രൻ ആരാണെന്ന് എല്ലാം മനസ്സിലാക്കിയതിൻ്റെ ശേഷം സാമവേദത്തിൽ കടക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ അധ്യായത്തിൽ സാമവേദം എന്ന് പറഞ്ഞാൽ സോമം ഉപയോഗിച്ച് ആണ് ഇവിടെ എന്ത് കർമ്മങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിനൊരു ഇൻപുട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് ഉണ്ടാക്കുക. ആ ഇൻപുട്ടിനാണ് സോമം എന്ന് പറയുന്നത്. ഒരു ചോറുണ്ടാക്കുന്നുണ്ടെങ്കിൽ സോമം അരിയും വെള്ളമെല്ലാണ്, അഗ്നിയാണ്. ഇവിടെ ഏത് കർമ്മത്തിനും അഗ്നി, അതായത് ഊർജം ആവശ്യമുണ്ട്. അതുകൊണ്ട് ആദ്യം നമ്മൾ ഊർജത്തെ പറ്റി പറഞ്ഞുകൊണ്ട് അഗ്നിയെ സ്തുതിച്ചു. അതിനുശേഷം ചോറ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ ചോറ് ഉണ്ടാക്കണ്ടെങ്കിലും നമ്മളതിനെ ഏകോപിപ്പിച്ചിട്ട് എല്ലാം എടുത്തിട്ട് നമ്മൾ പാത്രത്തിലിട്ട് കൊടുത്താലേ അത് ചോറാവുകയുള്ളൂ. അല്ലാതെ വെള്ളത്തിൽ അരിയിട്ട് ചൂടാക്കിയ ചോറാവുന്നുള്ള ഒരു സയൻസ് തത്വം ഉണ്ടായത് കൊണ്ട് അത് ചോറാവില്ല. അതിന് ഒരു മാനേജ്മെൻറ്റ് വേണം. അതുപോലെ പാത്രത്തിൻ്റെ അകത്തും അരി വെള്ളമായിട്ട് ചേർന്നിട്ട് പദം വരുത്തുന്ന ഒരു രാസപ്രവർത്തനം നടത്തുന്നുണ്ട്. അവിടെ സയൻസിൽ നിന്ന് ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്, ആ ഇന്ദ്രന്. അതിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് കർമ്മത്തിലും നമ്മൾ കൊടുക്കുന്ന സാധനത്തെ പ്രൊഡക്റ്റാക്കി മാറ്റുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തിയാണ് ഇന്ദ്രൻ. അപ്പോൾ ആ ഇന്ദ്രനെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടാണ് സാമവേദത്തിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ നമുക്കാദ്യം 165 എന്താണ് മന്ത്രം. 165 ഖണ്ഡം 6 മന്ത്രം 165 എന്താണ് പറയുന്നതെന്ന് നോക്കാം. കല്ലിനാൽ ഇടിച്ചു പിടിഞ്ഞ സോമത്തെ. ഏതൊരു രാസപ്രവർത്തനം ചെയ്യുമ്പോഴും ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ സത്തിനെയാണ് അവിടെ കൊടുക്കേണ്ടത്. അത് ശുദ്ധമായ വസ്തുവിന്. ഇപ്പം ചോറുണ്ടാക്കണ്ടെങ്കിൽ നെല്ലെടുത്തിട്ട് ചോറാക്കാൻ പറ്റില്ല. അതിനെയെല്ലാം പൊളിച്ച് അതിൻ്റെ അകത്തുള്ള കുത്തി വെളുപ്പിച്ച് നല്ല വെള്ള ചോറ് കിട്ടണിക്ക് കുത്തി വെളുപ്പിച്ച് നല്ലവണ്ണം 2-3 പ്രാവശ്യം എല്ലാം കഴുകി കല്ലെല്ലാം വേർതിരിച്ച് ശുദ്ധമാക്കുന്നതിനാണ് ഇവിടെ കല്ലിനാൽ ഇടിച്ചു പിഴിഞ്ഞ സോമത്തെ. സോമം എന്ന് പറയുമ്പോൾ ദ്രവരൂപത്തിലാണെങ്കിൽ അതിനെ നമ്മൾ ഇടിച്ചു പിഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. തേങ്ങ ചിരണ്ടി ഉപയോഗിക്കാം. അല്ല കുറച്ചും കൂടിയ സത്തായിട്ട് വേണമെങ്കിൽ ഇടിച്ചു പിഴിഞ്ഞിട്ട് അതിനെ നീരെടുക്കാം. അരി തന്നെ അരിയായിട്ടും കൊടുക്കാം. അല്ല അതിനെ ഇടിച്ച് പൊടിച്ചിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ദ്രവരൂപത്തിലാക്കിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, പായസാക്കിയിട്ടെടുക്കാം. അപ്പോൾ അവിടെ ശുദ്ധമായി എന്ന അർത്ഥത്തിൽ മാത്രമേ ഇടിച്ചു പിഴിഞ്ഞെടുത്ത സോമത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ദ്രനായിട്ട് കൊടുക്കുന്നു. ധനത്തിൻ്റെ നാഥനായ ഇന്ദ്രനെ കൊടുത്തിട്ട് ഇന്ദ്രനോട് പറയുന്നു, നീ വേഗം തന്നെ വന്നിട്ട് ഈ സാധനത്തെ നമുക്ക് വേണ്ടതാക്കി തരുക. അപ്പം നമ്മൾ കൊടുക്കുന്ന ഇന്ദ്രനാണ് ഈ കർമ്മങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത്. അരിയും വെള്ളം കൊടുത്താൽ അതിനെ ഏകോപിപ്പിച്ചിട്ട് ചോറാക്കുന്നത് ഇന്ദ്രനാണ്. ആ സിസ്റ്റമാണ്, ആ സിസ്റ്റത്തിലുള്ള ഒരു ഫോഴ്സാണ്. അത് അഗ്നിയുടെ സഹായത്താണ്. ഈ കൊടുക്കുന്ന വസ്തു ഇന്ദ്രനാണ് എടുക്കുന്നത്. നമ്മളൊരു വീട് വെക്കുമ്പോൾ വസ്തുക്കളെല്ലാം മേസ്ത്രിക്കാണ് കൊടുക്കുക. മേസ്ത്രി അത് എടുത്തിട്ട് നമുക്ക് തരുന്നത് വീടാണ്, അല്ലാതെ കല്ലും മണ്ണും പിന്നെ കിട്ടില്ല. അതുപോലെ ധനത്തിൻ്റെ നാഥനായ ഇന്ദ്രൻ വളരെ വേഗം വരട്ടെ. നമ്മൾ ഈ സോമമെല്ലാം ശുദ്ധമാക്കി ഇടിച്ച് പിഴിഞ്ഞ് നല്ല ശുദ്ധമാക്കിയിട്ട് തരികയാണ്. ഇനി 167. ഈ ഇന്ദ്രൻ മഹത്വത്തിൻ്റെ നേതാവാണ്. ഇന്ദ്രനാണ് എല്ലാ കർമ്മങ്ങളെയും നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ. നമ്മളിപ്പോൾ ഒരു പായസം ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ കൊടുക്കുന്നത്, പൊടിയും പാലും ഇതെല്ലാം കൊടുത്തിട്ട് കത്തിക്കുന്നു എന്നല്ലേ ഉള്ളൂ. പക്ഷെ അതിൽ മാറ്റം വരുന്നിട്ട് അതൊരു പായസ രൂപമാകുന്നുണ്ട്. അതാരാണ് അതിൻ്റെ അകത്ത് നീങ്ങുന്നത്? നമ്മളല്ല, നമ്മൾ നോക്കിയിരിക്കുന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ അകത്തൊരു സയൻസ് പ്രക്രിയയാണ്, ഒരു സയൻസ് അതിൻ്റെ അകത്ത് സംഭവിക്കുന്നുണ്ട്, രാസപ്രവർത്തനം സംഭവിക്കുന്നുണ്ട്. ആ സയൻസിൽ നിന്നും വരുന്ന ഒരു ബലമാണ് അതിനെ
ഏകോപിപ്പിച്ചിട്ട് ഒരു മാനേജ്മെന്റ് ഫങ്ഷൻ, അതാണ് ഇന്ദ്രൻ. അപ്പോൾ ഇന്ദ്രൻ ആരാണ്? വലിയവനാണ്, ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് എന്ത് പറയുന്നു? മുൻപ് പറഞ്ഞ പോലെയുള്ള സൂചിപ്പിച്ച ഈ വിധമുള്ള ഗൗരവം വന്നെത്തട്ടെ. പറഞ്ഞ പ്രകാരമുള്ളതെന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ കുറെ ഗുണങ്ങളെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെ സമീപിക്കണം? ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, സയൻസിന്റെ അടിസ്ഥാനത്തിൽ. ഇപ്പം ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിൽ ഭക്ഷണം കുറിപ്പുണ്ടല്ലോ, പാചക വിധി പ്രകാരം നമ്മൾ ഇന്ദ്രനെ സമീപിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രനാഥ് എന്ത് ചെയ്യും? ഇന്ദ്രനാഥ് എടുത്തിട്ട് അതിന്റെ ശക്തി വർദ്ധിപ്പിക്കും. ഇന്ദ്രസേനാശക്തി പ്രസിദ്ധമാണ് എന്ന് പറയാണ്. ഭൂലോകത്തിലെ ഇന്ദ്രന്റെ സേനാശക്തി പ്രസിദ്ധമാണ്. അദ്ദേഹത്തിന് അത്രയും കഴിവുണ്ട്. നമ്മൾ കൊടുക്കുന്നതിനെല്ലാം ഇപ്പം നമ്മൾ നോക്കുക, ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആ ചിക്കനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പച്ച ചിക്കൻ നമുക്ക് കൈയെല്ലാം പോയി കഴുകണം. അതിനെ മുറിച്ച് കഴിഞ്ഞാൽ കാണുമ്പം തന്നെ ഒരു മാതിരിയാണ് അല്ലേ? കടയിൽ നിന്ന് ആ മുറിക്കുന്നിടത്ത് ചിക്കൻ മുറിക്കുമ്പോഴെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെ മനസ്സിന് വിഷമമുണ്ട്. അത് കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് കൈകൊണ്ടൊന്നും എടുക്കില്ല. എങ്ങനെയെങ്കിലും അവരവരെ കൊണ്ട് തന്നെ സഞ്ചീകരിപ്പിക്കും. അല്ല, ഇങ്ങനെയല്ലേ ചെയ്യുക? വീട്ടിൽ കൊണ്ടുവന്നാൽ കൈയെല്ലാം പിന്നെ മുറിച്ചാലെല്ലാം കൈ കഴുകുന്നതെല്ലാം കാണും. അത്രയും മോശമായ സാധനത്തെ നമ്മൾ മുളകെല്ലാം ചേർത്ത് ആ ഇന്ദ്രന് കൊടുക്കുമ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യുന്നു? പിന്നെ ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ എടുത്ത് ഇങ്ങനെ കടിക്കലാണ്. സിനിമയിലെല്ലാം കടിക്കുന്നത്, കൈ പിടിച്ചിട്ട് ഇങ്ങനെ കടിച്ചു വലിക്കുന്നത്. എന്നാലും പിന്നെ കൈ സോപ്പിട്ട് കൈയൊന്നും വേണ്ട. പിന്നെ അപ്പൊ അത്രയും മഹത്വപരമായ ഒരവസ്ഥയിലേക്ക് ആരാണ് മാറ്റിയത്? നമ്മളാണ്. അല്ല, അവിടെ എണ്ണയിലിട്ട് അഗ്നിയിലിട്ട് വേണ്ട വസ്തുക്കൾ ഇൻപുട്ട് സോമം നമ്മൾ നൽകിയപ്പോൾ അതിലുള്ള ഇന്ദ്രൻ അതിനെ സുന്ദരമായ വസ്തുവാക്കി തീർക്കുകയാണ്. അപ്പോൾ ഇന്ദ്രൻ വലിയവനാണ്, ശ്രേഷ്ഠനാണ്. ഇന്ദ്രന് മുൻപ് പറഞ്ഞ പ്രകാരം, അതായത് ശരിയായ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അവന് ഗൗരവം വരട്ടെ. എന്നിട്ട് ഇന്ദ്രന്റെ സേനാശക്തി പ്രസിദ്ധമാണ് ഭൂലോകത്തിൽ. എല്ലാ ലോകത്തിലും അവൻ വളരെ ശ്രേഷ്ഠനാണ്. പല കഴിവുകൾ അതിന് ഉണ്ട്. നമുക്ക് വേണ്ട തരത്തിൽ മാറ്റിത്തരാനുള്ള കഴിവ് അതിനുണ്ട്. പിന്നെ 167 പറയുകയാണ്, മഹത്വത്തിന്റെ നാഥനാണ് ഈ ഇന്ദ്രൻ. എല്ലാ മഹത്വപരമായ കർമ്മങ്ങളുടെയും വിജയത്തിന്റെ പിന്നിലുള്ളത് ഈ ഇന്ദ്രനാണ്. നമ്മളിപ്പോ ഏത് വസ്തു ഉണ്ടാക്കുന്നുണ്ടെങ്കിലും, ഇപ്പൊ ഒരു മരുന്നുണ്ടാക്കുന്നത് വെച്ചോ, നമ്മൾ കുറെ അതിന് വേണ്ട സാധനങ്ങളെല്ലാം കൊടുത്ത് അടിയിൽ ചൂടാകുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്. ഇപ്പോൾ ഒരു അലുവ ഉണ്ടാക്കുന്നത് നമ്മൾ കുറെ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കും. ആ കൊടുക്കുന്ന അവസ്ഥയിലൊന്നുമല്ല അത് പിന്നെ തിരിച്ചു വരുന്ന. അത് അവസാനം ഒരു പ്രത്യേക തരത്തിൽ കട്ടയായിട്ട് നല്ല കടിച്ചാൽ നല്ല ടേസ്റ്റുള്ള. പക്ഷെ കൊടുക്കുന്ന സാധനങ്ങൾ അങ്ങനെയാണ് ഇല്ല. അപ്പൊ അതിന് എന്ത് ദിവ്യമായ അവസ്ഥയിലേക്കാണത് മാറ്റിയെടുക്കുന്നത്. അതുകൊണ്ട് എല്ലാ മഹത്വത്തിൻ്റെയും നാഥനാണത്. അങ്ങിപ്പോൾ പകലത്തേക്ക് ഞങ്ങൾക്ക് സ്തുതിയോഗ്യമാകയാൽ, പകല് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങയെ സ്തുതിക്കുകയാണ്. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങയെ സ്തുതിക്കുന്നത്. ഇന്ദ്ര, നിന്നെ നമ്മൾ സ്തുതിക്കുന്നു. നീ വിചാരിച്ചു കഴിഞ്ഞാൽ നിന്നെ ഇത്രയും മഹത്തരമായ വസ്തുവാക്കി നിനക്ക് തരാൻ പറ്റും. നമ്മൾ ആ ശാസ്ത്രത്തിൽ, അതാണ് ശാസ്ത്രതത്വം. ഇന്ന തരത്തിൽ നിനക്ക് തന്നാൽ നിനക്കിതിനെ സുന്ദരമായ ഇന്ന വസ്തുവാക്കി മാറ്റാൻ പറ്റും. ആ ശാസ്ത്ര തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അതാണ് സ്തുതി. എന്നിട്ട് നമ്മൾ ദക്ഷിണ പോലെ നിനക്കന്ന് തരികയാണ് ഈ വസ്തുക്കൾ. എന്താണോ നമുക്ക് പുതിയൊരു വസ്തുവാക്കി മാറ്റേണ്ടത്, ആ വസ്തുവിനെ ഒരു ദക്ഷിണ എന്ന രൂപത്തിലാണ് നമ്മൾ നിനക്ക് തരുന്നത്. അതിലൂടെ നീ നമുക്ക്
ധനം നേടിത്തരും. അതായത് നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ നടത്തിയാണെങ്കിൽ നമ്മൾ വേണ്ട സാധനങ്ങളെല്ലാം ഇന്ദ്രന് കൊടുക്കുന്നു. ഇന്ദ്രൻ അതിനെ എന്താക്കി മാറ്റും, ചോറാക്കി തരും. സാമ്പാർ, മറ്റേ എന്തെല്ലാം തരം കറികൾ, പായസം എല്ലാം ആക്കിയിട്ട് തരും. ഇതെല്ലാം കടയിൽ വിട്ടിട്ട് നമ്മൾ ധനം സമ്പാദിക്കും. അപ്പം നമ്മൾ ദാനം ചെയ്യുന്നത് ഇന്ദ്രനാണ്. ഈ പറഞ്ഞ സാധനം, പിന്നെ ചോറ് കൊടുക്കുന്ന ധാന്യങ്ങളൊന്നും പിന്നെ നമുക്ക് കിട്ടില്ല. നമ്മൾ അരി കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ തരുന്നത് ചോറാണ്. അരിയും ചോറും തമ്മിൽ ഘടനാപരമായി, ശാസ്ത്രീയപരമായി, സയൻസിന്റെ അടിസ്ഥാനത്തിൽ വലിയ വ്യത്യസ്തമായ വസ്തുക്കളാണ്. അരി എടുത്ത് നട്ടാലും മുളക്കും, ചോറെടുത്ത് നട്ടാലും മുളക്കാൻ പോകുന്നില്ല. ഇപ്പം രണ്ടും വ്യത്യസ്തപരമായ സബ്സ്റ്റൻസ് ആണ്. അതിനെ മാറ്റിക്കഴിഞ്ഞു ഇന്ദ്രൻ. അപ്പം ഇന്ദ്രന് നമുക്ക് കൊടുക്കുന്നത് ദക്ഷിണ പോലെ നീ അത് സ്വീകരിക്കുക, എന്നിട്ട് നീ എന്ത് ചെയ്യുക, നമുക്ക് ധനം നൽകുക. ഇനി 168 നീ യജ്ഞപുത്രനാണ്, യജ്ഞങ്ങളുടെ പുത്രനാണ്. പിന്നെയോ ഗോക്കളുടെ നാഥനാണ്. ഗോക്കൾ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ എന്ന നിലയിൽ എടുക്കണം. വേദങ്ങളിൽ എല്ലാ വസ്തുക്കളും മാറ്റം വരുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന ഒരു സംഗതിയാണ് ഇലക്ട്രോൺ. നമ്മളിപ്പം നേരത്തെ പറഞ്ഞ അരി പദമുള്ള ചോറായി മാറുമ്പോൾ അതിൽ ഇന്റേണൽ സ്ട്രക്ചറൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്. ആ ചേഞ്ച് നടക്കുന്നത് രസതന്ത്രപരമായിട്ടാണ്. ഒരു കല്ലിനെ നമ്മൾ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു രസതന്ത്ര പ്രവർത്തനം നടക്കുന്നു. അതിലുള്ള ആറ്റങ്ങൾ വേർപെടുന്നു. അതിൽ പങ്കെടുക്കുന്നത് ഇലക്ട്രോണുകളാണ്. അപ്പം എല്ലാ പ്രവർത്തിക്കും നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മുടെ ആ മസിലിൻ്റെ അകത്ത് ചില ഭക്ഷണങ്ങൾ വന്നിട്ട് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നു. ആ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് ഇലക്ട്രോണാണ്. അപ്പോൾ റിലീസ് ചെയ്യുന്ന ഊർജമാണ് മസിലുകളെ സങ്കോചിപ്പിച്ച് സങ്കോചവും വികാസത്തിലൂടെയും ശബ്ദമാക്കി മാറ്റുന്നത്. അപ്പം ഇതിലെല്ലാം ഗോക്കളുടെ നാഥനാണ്. രാസപ്രവർത്തനത്തിലെ ഇലക്ട്രോണുകളുടെ നാഥനാണ്. യാഗകർത്താവിനെ പരിപാലിക്കുന്നവനാണ്. നമ്മൾ നടത്തുന്ന യാഗങ്ങളെയെല്ലാം നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനെ പരിപാലിക്കുന്നത്, അതിനെ നോക്കി നടക്കുന്നത് ഇന്ദ്രനാണ്. ആ ഇന്ദ്രനെ സ്തുതികളാൽ പൂജിക്കുക. പക്ഷെ ആ ഇന്ദ്രനെ നമ്മൾ എങ്ങനെ സമീപിക്കണം? ശാസ്ത്രീയമായി സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ സമീപിക്കണം. അപ്പം ഇന്ദ്രൻ്റെ അടുത്ത് നമ്മൾ അരിയും വെള്ളവും കൊടുത്താൽ, പാത്രത്തിലിട്ട് മൂടിക്കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സയൻസ് ഉണ്ട്. ആ സയൻസ് തത്വപ്രകാരം അത് കുറച്ച് സമയം എടുത്തിട്ട് ചോറാക്കി തരും. നേരെ മറിച്ച് ഒരു പ്രഷറും കൂടി അപ്ലൈ ചെയ്ത് പ്രഷർ കുക്കറിലാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രൻ അതിനെ വളരെ വേഗത്തിൽ പദത്തിലും നല്ല നമുക്ക് വേണ്ട പദത്തിലും കുറഞ്ഞ സമയത്ത് അത് ശരിയാക്കി തരും. അപ്പം നമ്മൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം. അല്ലാതെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തില്ല എങ്കിൽ ഇന്ദ്രൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ സ്തുതിക്കും യജ്ഞത്തിനും പ്രിയപ്പെട്ടവനാണ്. അവന് നമ്മൾ കൊടുക്കുന്ന സ്തുതിയിൽ അവന് ഇഷ്ടമുണ്ട്. നല്ല ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ വേഗം അത് ചെയ്യാൻ അവനത് സുഖമാണ്, എളുപ്പത്തിൽ ചെയ്താൽ തരും. ഒരു പ്രഷർ കുക്കറിലിട്ടിട്ടാണ് നിങ്ങൾ ഇന്ദ്രൻ അരിയും വെള്ളവും കൊടുക്കുന്നുണ്ടെങ്കിൽ അവന് വളരെ ഹാപ്പിയാണ്, പെട്ടെന്ന് അതാക്കി തരും. അപ്പം നമ്മൾ കൊടുക്കുന്ന സ്തുതികൾ, വേദമന്ത്രങ്ങൾ, ശാസ്ത്രങ്ങൾ, ആധുനിക സയൻസിൻ്റെ തത്വങ്ങൾ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്ദ്രന് വളരെ ഹാപ്പിയാണ്. ആ യജ്ഞത്തിലും അവൻ സന്തോഷത്തിൽ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോൾ അവിടെ ഇന്ദ്രൻ എത്തിക്കോളും. നമ്മൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇന്ദ്രനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ മറിച്ച് അഗ്നിയെ കൊടുക്കണമെങ്കിൽ നമ്മൾ തീപ്പൊട്ടിയെല്ലാം എടുത്തിട്ട് കൊണ്ടുപോയിട്ട് വരച്ച് കൊടുക്കണം. പക്ഷെ അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനത്തിൽ ഇന്ദ്രനെ നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല, അവൻ റെഡിയാണ്. അപ്പം യജ്ഞത്തിലെല്ലാം അവൻ പ്രിയപ്പെട്ടവനാണ് നമുക്ക്. അവനാ യജ്ഞം ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഇനി 169 അവൻ പല വിചിത്ര ഗുണങ്ങളുള്ളവനാണ്. കാരണം അവൻ ആ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തിനേയും എന്താക്കി മാറ്റും. വേണ്ടിക്ക് വെള്ളത്തെ വേണമെങ്കിൽ അവൻ നീരാവി രൂപത്തിൽ, വായു രൂപത്തിലാക്കി മാറ്റും.
എല്ലാ വെള്ളത്തെ വേണമെങ്കിൽ ഐസാക്കിയിട്ട് മാറ്റും. അവന് പലതരത്തിൽ അവൻ്റെ സ്വഭാവത്തിൽ പലതരത്തിൽ മാറ്റിയെടുക്കാനുള്ള കഴിവ് ഉണ്ട്. ചിലപ്പോൾ അത് ഹാർഡാക്കും, ചിലപ്പോൾ അത് സോഫ്റ്റ് ആക്കും. കാരണം ഇരുമ്പിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അത് പദമുള്ളതായി തീരും, പിന്നെ അടിച്ച് പരത്താം. നേരെ മറിച്ച് വേറെ ചില വസ്തുക്കളെ എടുത്ത് ചൂടാക്കിയാൽ അത് ഹാർഡായിട്ട് തീരും. ഉദാഹരണമായിട്ട് പ്ലാസ്റ്റിക് എല്ലാം കത്തിച്ച് കഴിഞ്ഞാൽ അതെന്താകുന്നു? ഹാർഡായിട്ട് കട്ടിയായിട്ട് തീരും. വേറെ ചിലത് കത്തിച്ചാൽ പൊടിയായി തീരും. ചിലത് കത്തിച്ചാൽ പൊടിയും ഉണ്ടാവില്ല, അതങ്ങ് വായുവായിട്ട് പോകും. അപ്പം അവൻ വിചിത്ര ഗുണങ്ങളുള്ളവനാണ്, മിത്രമായിരിക്കുന്നവനാണ്. അവൻ മിത്രമാണ്, നമ്മുടെ മിത്രമാണ്. മിത്രം എന്ന് പറഞ്ഞാൽ അനുകൂല സാഹചര്യം. നമുക്ക് ഏത് കർമ്മം ചെയ്യേണ്ടിക്കും നമ്മളെ കൂടെ നിന്നുകൊണ്ട് അതിനെ സഹായിക്കും. ഒരു ഇരുമ്പിനെ അടിച്ച് പരത്താണ്ടിക്കൽ നമ്മൾ ചൂടാക്കിയാൽ ഇന്ദ്രൻ വന്നിട്ട് അതിനെ പരത്തിത്തരും. ഞങ്ങളുടെ കർമ്മങ്ങളിൽ ആഭിമുഖ്യമുള്ളവനാകട്ടെ അവൻ. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അവനതിനെ തൃപ്തിയാണ്. നമ്മളതിനെ വിളിക്കൊന്നും വേണ്ട. നമ്മൾ എന്ത് നല്ല കർമ്മമാണെങ്കിലും ചീത്ത കർമ്മങ്ങളാണെങ്കിലും അവൻ നമ്മളെ കൂടെ നിൽക്കും. അതിന് നല്ലത് ചീത്ത ഒന്നുമില്ല. നമ്മൾ എന്ത് കർമ്മമാണ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മളൊരു ആറ്റം ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉണ്ടാക്കിയാണെങ്കിൽ അവൻ നമ്മളെ കൂടെ നിൽക്കും. നമുക്ക് വൈദ്യുതി അത് നല്ല പ്രവൃത്തിയാണ്. ഒരു ആറ്റം ഉപയോഗിച്ച് ബോംബ് ഉണ്ടാക്കിയിട്ട് വേറെ തന്നെ കൊല്ലാനാണ് നിൽക്കുകയെങ്കിൽ അതിലും അവൻ കൂട്ടായിരിക്കുന്നത്. അപ്പം നമ്മളെ ഏറ്റവും നല്ല സുഹൃത്താണ് ഇന്ദ്രൻ. ഇനി 170 പലരെയും തിരസ്കരിക്കുന്നവനാണ് ഇവൻ, സ്തോത്രങ്ങളാൽ നിറഞ്ഞിരിക്കുന്നവനുമാണ് ഇന്ദ്രൻ. അപ്പം ഇന്ദ്രൻ എന്ത് ചെയ്യും? പലവരെയും തിരസ്കരിക്കും. അതായത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മളെ പക്ഷത്ത് ഇന്ദ്രൻ നിൽക്കില്ല. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചോറുണ്ടാക്കണ്ടെങ്കിൽ അരിയും കൊടുക്കണം, അതിന് ആവശ്യമുള്ള വെള്ളവും കൊടുക്കണം. വെറുതെ പാത്രത്തിൽ അരി ഇട്ടിട്ട് നീ ചൂടാക്കിയിട്ട് നീ അരിയാക്കുക എന്ന് പറഞ്ഞ് ചോറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മളെ ഭാഗത്തൊന്നും നിൽക്കാൻ പോകും. ഇന്ദ്രൻ ചെയ്യില്ല. അവൻ പലവരെയും തിരസ്കരിക്കും. ആരെയാണ് തിരസ്കരിക്കുന്നത്? ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമീപിക്കാത്തവരെ. അപ്പം പലവരെയും തിരസ്കരിക്കുന്നവനാണ്, സ്തോത്രത്തിൽ നിറഞ്ഞിരിക്കുന്നവനാണ്. പക്ഷെ സ്തോത്രത്തിലൂടെയാണ് നമ്മൾ സമീപിക്കുന്നെങ്കിൽ, സ്തോത്രം എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ, വേദസ്തോത്രങ്ങൾ, ശാസ്ത്രതത്വം, ആധുനിക സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ദ്രനെ സമീപിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രൻ നമ്മളെ തിരസ്കരിക്കില്ല, നമ്മളെ രക്ഷക്കെത്തും. അത് ശ്രോതാക്കളോട് പറയുകയാണ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഇന്ദ്രൻ നമ്മളെ തിരസ്കരിക്കുകയും ചെയ്യും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ചെയ്തതെങ്കിൽ. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇന്ദ്രനെ വിളിക്കുന്നുണ്ടെങ്കിൽ അവനത് ചെയ്തു തരും. അപ്പോൾ ഇന്ദ്രൻ നമ്മളെ കൂട്ടുകാരൻ തന്നെ, മിത്രം തന്നെ. പക്ഷേ സയൻസിലൂടെ സമീപിച്ചാൽ മാത്രമേ ഇന്ദ്രൻ നമ്മൾ കൊടുക്കുന്ന പണി ചെയ്യുകയുള്ളൂ. അങ്ങനെയൊരു പ്രത്യേകതയുണ്ട്. ഇപ്പം ചോറുണ്ടാക്കേണ്ട സാധനങ്ങൾ കൊടുത്തിട്ട് നീ സാമ്പാറാക്കുന്ന ഇന്ദ്രൻ ഒരു ചുക്കും ചെയ്യാൻ പോകും. സിമ്പിളായ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇത് എല്ലാ വലിയ വലിയ ഗവേഷണ ഫാക്ടറികളെല്ലാം നടക്കുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ഇന്ദ്രനാണ് ഇവിടെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ഏകോപിപ്പിക്കുന്നത്. 171 ബുദ്ധിയും ഐശ്വര്യവും നൽകുന്നതിൽ പേരുകെട്ട ഇന്ദ്രനാണ്. ഇന്ദ്രൻ എന്താണ്? ബുദ്ധിയും ഐശ്വര്യവും നൽകും. നമുക്ക് ബുദ്ധി ഐശ്വര്യം നൽകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. നമ്മളെ ബുദ്ധിയെ ഉണർത്തും. നമ്മൾ ഓരോ യജ്ഞം ചെയ്യുമ്പോഴും നമ്മൾ അതിലൂടെ ജ്ഞാനം നേടും.
ജ്ഞാനം നേടിയിട്ടാണ് ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പുതിയ കർമ്മത്തിലേക്ക് ഇറങ്ങുന്നത്. നമ്മൾ ചോറ് വെക്കുമ്പോൾ വെള്ളം മൂടി ഇങ്ങനെ ഇങ്ങനെ പൊന്തിയും താകുകയും ചെയ്യുന്ന കണ്ടപ്പോഴാണ് നമ്മളെ ബുദ്ധി ഉയർന്നത്. അപ്പോൾ അതിൽ നിന്നാണ് പിന്നെ നീരാവി ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കാമെന്ന് കണ്ടെത്തിയത്. അപ്പം നമ്മൾ ഇന്ദ്രൻ എന്ത് ചെയ്യും? ബുദ്ധിയും നൽകും, അതിലൂടെ ഐശ്വര്യവും നേടിത്തരും. അതുകൊണ്ട് അങ്ങനെയുള്ള ഇന്ദ്രനിലൂടെ, അതായത് ബുദ്ധിയും ഐശ്വര്യവും നൽകാൻ കഴിവുള്ള ഇന്ദ്രനിലൂടെ നമുക്ക് എല്ലാ ദാനവും നൽകുന്ന ദേവനെ പ്രാപിക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു. അതായത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കാൻ കഴിയുന്ന ബുദ്ധിയും ഐശ്വര്യവും നൽകുന്ന ഇന്ദ്രനാണ്. അങ്ങനെ ഇന്ദ്രനിലൂടെ നമുക്കെന്ത് സാധിച്ചിരിക്കുന്നത്? നമുക്കെന്താണ് സാധിക്കുന്നത്? എല്ലാ ഐശ്വര്യവും നേടാനുള്ള, ഐശ്വര്യവും നേടി ധനം നേടുവാനുള്ള ദേവനെയാണ് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. അതിലൂടെയാണ്, ആ യജ്ഞങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ധനം നേടുന്നത്. നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കും, വിൽക്കും, പണം നേടും. അപ്പോൾ അങ്ങനെയുള്ള ദേവനെയാണ് നമ്മൾ പ്രാപ്തമാക്കിയിരിക്കുന്നത്. ഇനി 172 ഭൂലോകത്തിന് താഴെയുള്ള എല്ലാ മാർഗങ്ങളെയും ഈ ഇന്ദ്രനിലൂടെ സഹായത്താൽ എനിക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു. ഭൂലോകത്തിൻ്റെ താഴെയുള്ള, അതായത് ഈ ഭൂമിയിലുള്ള എല്ലാ നടക്കുന്ന യജ്ഞങ്ങളും ഭൂമിക്കടിയിലുള്ള, ഭൂമിയിൽ ലോകത്തിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ ഭൂമിക്കടിയിലുള്ള കുഴിച്ചിട്ട് എന്തെങ്കിലും എല്ലാം എടുക്കണ്ടിക്കില്ല. അങ്ങനെയുള്ള എല്ലാ മാർഗങ്ങളെയും ശാസ്ത്രത്തിൻ്റെ മാർഗം എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിക്കടിയിലായാലും ഭൂമിയുടെ മേലെയായാലും ഭൂമിക്കടിയിലുള്ള പല വസ്തുക്കളെയും എനിക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇന്ദ്രൻ്റെ സഹായത്താൽ. അതായത് ഭൂമിക്കടിയിലുള്ള ക്രൂഡ് ഓയിലെല്ലാം കുഴിച്ചെടുത്ത്, അല്ലെങ്കിൽ ലോഹങ്ങൾ മണലും കുഴിച്ചെടുത്ത് സംസ്കരിച്ചിട്ട് ശുദ്ധമായ സ്വർണവും വെള്ളിയും ചെമ്പും ഇരുമ്പും പിന്നെ എല്ലാതരം പെട്രോളിയം ഉൽപ്പന്നങ്ങളും എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. ആരുടെ സഹായത്താൽ? അതിലെല്ലാം പങ്കെടുക്കുന്നത് എന്താണ്? ഇന്ദ്രനാണ്. ബുദ്ധിയുടെ സഹായത്താലും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്താലും ഇന്ദ്രൻ്റെ സഹായത്താലും നമുക്ക് ഭൂലോകത്തിന് താഴെയുള്ള എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പലതും നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ആ മാർഗം യജ്ഞകർത്താക്കൾക്ക് സ്തുതിക്കുവാൻ യോഗ്യമാണ്. അതായത് സ്തുതിയുടെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാർഗങ്ങളെല്ലാം നമ്മൾ യജ്ഞകർത്താക്കൾ നേടിയെടുത്തിരിക്കുന്നത്. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തിയിട്ട് ഭൂമിയുടെ മുകളിലോ ഭൂമിക്ക് താഴെയുള്ള പല വസ്തുക്കളെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സംസ്കരിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ അത് മാത്രമല്ല, നമ്മളെ നിവാസ സ്ഥാനങ്ങളെയും യാഗകർത്താക്കൾ കേൾക്കട്ടെ. നമ്മളെ നിവാസ സ്ഥാനങ്ങൾ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെയും യാഗത്തിലൂടെ, യാഗം നടത്തുന്ന കർത്താക്കൾ നിവാസ സ്ഥലത്തിലൂടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെയും സുന്ദരമാക്കി മാറ്റിയിരിക്കുകയാണ്. പലതും നമ്മളെ വീട്ടിലേക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് സംഘടിപ്പിച്ചെടുത്ത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട്, ഭൂമിക്കടിയിലുള്ള വസ്തുക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നിവാസ സ്ഥാനങ്ങളിലും പലതും നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളെല്ലാം ഭൂമിക്കടിയിലുള്ള വസ്തുക്കൾ ഇതേമാതിരി പല മാർഗത്തിലൂടെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ദ്രൻ്റെ സഹായത്താൽ നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇനി 173 ഇന്ദ്രനോട് പറയുകയാണ്, 100 യാഗങ്ങൾ നടത്തിയിരിക്കുന്ന നീ ഞങ്ങൾക്ക് സുഖവും ധനവും നൽകുക. അതായത് ഇന്ദ്രൻ 100 കണക്കിന് യാഗങ്ങളാണ് നടത്തുന്നത്. നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള യാഗങ്ങളാണ് നടത്തുന്നത്? ഭക്ഷണ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പലതരം പാചകങ്ങൾ നടത്തിയിട്ട് ഇന്നെല്ലാം കച്ചവടം, ഭക്ഷണങ്ങൾ തന്നെ പലതരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഹോട്ടലിലൂടെ ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈനിലൂടെയെല്ലാം കച്ചവടം. അതേപോലെ തന്നെ പലതരം കൃഷികൾ ചെയ്തിട്ട് അവിടെയെല്ലാം രാസപ്രവർത്തനത്തിൽ ഇന്ദ്രൻ പങ്കെടുക്കുന്നത്. ഒരു വിത്ത് നട്ട് കഴിഞ്ഞാൽ ആ വിത്തിനെ മുളപ്പിക്കുന്നതിൻ്റെ അകത്ത് ഒരു രാസപ്രവർത്തനമുണ്ട്. അതിലൂടെയാണ് മുത്തുവളം
വിത്ത്, മുത്തല്ല വിത്ത്, വിത്ത് മുളച്ചു വന്നിട്ട് അത് ചെടികളിൽ നിന്ന് സൂര്യപ്രകാശം എടുത്ത് അവിടെ ഒരു രാസപ്രവർത്തനം നടന്നിട്ട് ഭക്ഷണമാക്കി ഇലയായി, തണ്ടായി, പൂവായി, കായായി, അങ്ങനെ കൃഷിയെല്ലാം വികസിപ്പിക്കുന്ന എല്ലാത്തിലും ഇന്ദ്രനാണ്. ഇന്ദ്രൻ അതായത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രേരക ശക്തിയാണ് അവിടെയെല്ലാം ആക്ട് ചെയ്യുന്നത്. അതിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അങ്ങനെ 100 കണക്കിന് യാഗങ്ങൾ നീ നടത്തിയിട്ട് ഞങ്ങൾക്ക് സുഖവും ധനവും നൽകുക. അത് മാത്രമല്ല ശക്തിമത്തായ അന്നവും നൽകുക. അപ്പം കൃഷിയിലൂടെ ഉണ്ടാകുന്ന ഫലങ്ങളെല്ലാം പലതരം രാസപ്രവർത്തനങ്ങളിലൂടെയാണ് സംഭവിക്കുന്നത്. നമുക്കറിയാലോ, ചെടികളിലെല്ലാം ഫോട്ടോസിന്തസിസ്, ഇതെല്ലാം അതിൽ കോക്കൾ പങ്കെടുക്കുന്നുണ്ട്, ഇലക്ട്രോണുകൾ പങ്കെടുക്കുന്നുണ്ട് അഗ്നി ഉപയോഗിച്ചുകൊണ്ട്. അവിടെ ഇന്ദ്രനാണ് അതിൻ്റെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. എന്നിട്ട് നീ എന്ത് ചെയ്യുന്നു? നമ്മളെ ധനം നൽകി അനുഗ്രഹിക്കുക. ഇനി 174 മരുത്തുക്കൾക്ക് വേണ്ടി സോമൻ സംസ്കാരം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ, മരുത്തുക്കൾ എന്ന് പറയുമ്പോൾ സൂര്യനും ആകാശത്തിൽ 49 മരുത്തുക്കളുണ്ട്. ആ മരുത്തുക്കളിൽ 49 മരുത്തുക്കളിലുള്ള ഒന്നാണ് സൂര്യൻ. അപ്പം സൂര്യൻ തന്നെ വേണമെങ്കിൽ മരുത്തുക്കളായിട്ട് എടുക്കാം. ഈ മരുത്തുക്കളിലെല്ലാം എന്ത് നടക്കുന്നുണ്ട്? പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് സൂര്യനിൽ എന്ത് നടക്കുന്നുണ്ട്? കത്തൽ നടക്കുന്നുണ്ട്. അവിടെയും ഇന്ദ്രനാണ് ആക്ട് ചെയ്യുന്നത്. എന്നിട്ടാണ് അതിൽ നിന്ന് ഊർജവും വെളിച്ചവും ചൂടും. അതേസമയം സൂര്യൻ നമ്മളെ നാഡികളിലൂടെ നമ്മളെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. അവിടെ സോമം എന്ന് പറയുന്ന അവിടെ സൂര്യനിൽ കത്തുന്ന വസ്തുക്കളാണ്. അപ്പം മാത്രമല്ല ആ സോമത്തെ തേജസ്സിനാൽ അവിടെ കത്തുന്ന ആ വസ്തുവിനാൽ ദിവ്യമുള്ളതാക്കി പ്രഭാതത്തിൽ നമ്മൾ കുടിക്കുകയും ചെയ്യുന്നു. കുടിക്കുക എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിൽ എടുക്കരുത്. പ്രഭാതത്തിൽ സൂര്യനിൽ നടക്കുന്ന ആ സോമം, അവിടെ കത്താൻ ഉപയോഗിക്കുന്ന സോമം അവിടെ കത്തിയിട്ട് അതിൽ നിന്നും വരുന്ന ഊർജം പ്രഭാതത്തിൽ നമ്മളെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പ്രഭാതത്തിൽ നമ്മൾ ഉണരുന്നത് തന്നെ സൂര്യൻ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വരുമ്പോൾ നമ്മൾ ഞെട്ടി ഉണരുന്നുണ്ട്, നമ്മളെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സൂര്യനിൽ നിന്നുള്ള ഊർജമാണ് നമ്മൾ സ്വീകരിച്ചിട്ടാണ് കുടിക്കുക എന്നുള്ള പറഞ്ഞ് സ്വീകരിച്ചിട്ടാണ് നമ്മൾ ആക്റ്റീവായി മാറുന്നത്. അശ്വിനികളും പ്രഭാതത്തിൽ കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ, അശ്വിനികൾ എന്ന് പറഞ്ഞാൽ ഊർജമാണ്. നമുക്ക് ആ പ്രഭാതത്തിൽ ആ കുതിരകൾ കുടിക്കുക എന്ന് പറഞ്ഞാൽ കുതിരയെ ഊർജമായിട്ട് എടുക്കണം. ഊർജം സൂര്യനിൽ നിന്ന് കിട്ടുന്നുള്ള ഊർജത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ രാവിലെ ആക്റ്റീവായിട്ട് എഴുന്നേൽക്കുന്നത്. സൂര്യൻ എല്ലാവരെയും വിളിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. പക്ഷികളെയെല്ലാം രാവിലെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ആകാശത്തിലേക്ക് അതിൻ്റെ ഡ്യൂട്ടിയിലേക്ക് പറത്തിവിടുന്നുണ്ട്. നമ്മളെയും എണീപ്പിക്കുന്നുണ്ട്. അതിനുള്ള ഊർജത്തെയാണ്, ബലത്തെയാണ്, ആ ആകർഷണ ബലത്തിലൂടെയാണ് ഇവയെല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്നത്. ആ ബലത്തെയാണ് അശ്വിനികൾ എന്ന് പറയുന്നത്. അതിനുള്ള ഊർജം എവിടെ നിന്ന് കിട്ടുന്നു? സൂര്യനിൽ നിന്ന് കിട്ടുന്നു. സൂര്യൻ എവിടെ നിന്ന് കിട്ടുന്നു? ഈ പറയുന്ന സോമത്താൽ. അപ്പം ഈ സോമത്താൽ, അവിടെയുള്ള കത്തുന്ന ആ സംഗതിയിൽ നിന്ന് എത്തുന്ന സോമത്താൽ അഗ്നിയും ഊർജവുമെല്ലാം വെളിച്ചവുമെല്ലാം നമ്മളിലേക്ക് എത്തുന്നു. നമ്മളെയും എല്ലാ ജീവജാലങ്ങളെയും അത് സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെ ബലങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മളെ കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പം ഇതിലെല്ലാം പങ്കെടുക്കുന്നത് എന്തെല്ലാമാണ്? സോമം അത്യാവശ്യമാണ്. സാമവേദമാണല്ലോ, സോമത്തെ പറ്റിയാണ്. അപ്പം സൂര്യനിലും എന്തെല്ലോ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് അവിടെ കൊടുക്കുന്ന വസ്തുവാണ് സോമം. അപ്പം അതിൽ നിന്നാണ് നമുക്ക് അഗ്നി കിട്ടുന്നത്, വെളിച്ചം കിട്ടുന്നത്. ആ സൂര്യൻ്റെ ബലം, അവരിൽ നിന്ന് ബലമുണ്ടാകുന്നുണ്ട്. അതാണ് നമ്മളെ കർമ്മത്തിലേക്കെല്ലാം, ജീവജാലങ്ങളെയെല്ലാം കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. അവിടെയെല്ലാം ഇന്ദ്രനും രാസപ്രവർത്തനം നടത്തുന്നത്, ഇന്ദ്രനും അവിടെയുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ദ്രനെ പരിചയപ്പെടുത്തുകയാണ്. ഇന്ദ്രനാണ് അവിടെയുള്ള ഒരു ഫോഴ്സ്. അഗ്നിയുണ്ട്, അഗ്നിയാണ് ഒരു ഫോഴ്സ്. ആകർഷണ ബലങ്ങളുണ്ട്. ഇതെല്ലാം നമ്മളെ കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്.